മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 27ാമത് പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 27ാമത് പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു. ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ നടന്ന ചടങ്ങ് മുൻ കേരള ഫീഡ്സ് MD കെ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്നപ്പോഴാണ് ഗാന്ധിഭവനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയാം. പുനൂർ സോമരാജൻ ചേട്ടൻ നല്ല അടുപ്പമുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ നമ്മുടെ ഈ അടുത്ത സ്ഥലത്ത് ഇരിഞ്ഞിമേൽ ഇങ്ങനെയൊരു ഭവനം, ഇങ്ങനെയൊരു ദേവാലയം ഉണ്ടെന്നുള്ളത് സതീഷ് ഇന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് അറിയുന്നത്. നമ്മൾ പറയാറുള്ളത് മാനവ സേവയാണ് മാധവ സേവ. മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ്. സ്വന്തം മാതാപിതാക്കളെ ദൈവതുല്യം സ്നേഹിക്കുക, ബഹുമാനിക്കുക, ഗാന്ധിയൻ ദർശനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഊന്നിയാണ് ഈ സ്നേഹപ്രയാണം എന്ന ചടങ്ങ് നടത്തി വരുന്നത്. ഇന്ന് ഇവിടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയത് ഇന്നിവിടെ മാന്നാറിലെ ശാന്തിനിവാസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അന്നദാന വിതരണത്തോടൊപ്പം അതോടൊപ്പം തന്നെ AR വരദരാജൻ നായർ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ്, സുഭാഷ് ബാബു, S ബിന്ദു കളരിക്കൽ, കല്ലാർ മദനൻ, സലിം ചാപ്രയിൽ, രമ്യ, സുമിത്ര എന്നിവർ സംസാരിച്ചു. പുലിയൂർ ശാന്തി തീരത്ത് നടന്ന ചടങ്ങ് പുലിയൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സജി ചെരവൂർ ഉദ്ഘാടനം ചെയ്തു. വലിയ മനസ്സിൻ്റെ അത് ചെയ്യുന്ന ആ വ്യക്തിയുടെ ആ വലിയ മനസ്സിൻ്റെ തീർച്ചയായിട്ടും ഒരു വലിയ മനസ്സാണ്. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ പേര് സതീഷിന് അത് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉയരങ്ങളിലേക്ക് എല്ലാ ദിവസവും ഇതെത്തിക്കുവാൻ, എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഭക്ഷണപ്പൊതികൾ ഇതുപോലുള്ള സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി വളർന്നു വരുവാൻ ജഗദീശനോട്. അനിയൻ കോട്ടൂർ, ജിത്ത് എന്നിവർ സംസാരിച്ചു. ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് മാവേലിക്കര നഗരസഭാ കൗൺസിലർ കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ മാസത്തിലൊന്നും 2 തവണ നടക്കാറുണ്ട്. അതുകൂടാതെ ഓണം അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ ഉൾപ്പെടെ ചെരുപ്പ് ഉൾപ്പെടെ എല്ലാം ഇവിടെ തരാറുണ്ട്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി ഈ ഇന്ന് ചാരിറ്റബിൾ സൊസൈറ്റിയെ പറ്റി ഞാൻ വളരെ മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ ധാരാളം ചാരിറ്റി പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കിട്ടേണ്ട കൈകളിലല്ല കിട്ടുന്നത് നമുക്കെല്ലാം അറിയാം. പക്ഷേ അതിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ വളരെ സത്യസന്ധമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ശാന്തിനിവാസ്. സിസ്റ്റർ ചെറുപുഷ്പം, സിസ്റ്റർ സാനിയ, ഉണ്ണി കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു. CDN ന്യൂസ് മാന്നാർ.